നമസ്കാരം, ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം വിഷ്ണുമായ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഹനുമാനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഹനുമാനെ ഉപാസിക്കുമ്പോൾ, ഹനുമാനെ പൂജ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹനുമാനെ പൂജിക്കുന്നവർ ബ്രഹ്മചാരികളായിരിക്കണം, ഹനുമാനെ നമ്മൾ സാധാരണ ഒരു ദേവതാ സങ്കല്പത്തെ പൂജിക്കണ മാതിരി പൂജിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഹനുമാനെ പൂജിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സത്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് സത്യവിരുദ്ധമായിട്ട് അവനവൻ്റെ പ്രവൃത്തിയിലോ പറച്ചിലോ ജീവിതത്തിലോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യണവർ ഹനുമാനെ പൂജിച്ചിട്ടോ ഹനുമാനെ പ്രാർത്ഥിച്ചിട്ടോ യാതൊരു ഗുണവും ഉണ്ടാവില്ല. അതേസമയം സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മുടെ കർമ്മങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലായിട്ട് വരണം, നമ്മുടെ കുടുംബജീവിതം നല്ല രീതിയിലായിട്ട് വരണം, അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ആയുരാരോഗ്യ സൗഖ്യം വേണം, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വായുവേഗത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും എന്നുള്ളതാണ് പറയേണ്ടത്. ഏതൊരു കാര്യവും സത്യമായ കാര്യമാണെങ്കിൽ വായുവേഗത്തിൽ തന്നെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവും. അതിന് പല രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും നമ്മൾക്ക് ഇന്നുണ്ട്. ഇപ്പോൾ കാര്യസിദ്ധി ആഞ്ജനേയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആലുവ ദേശത്ത് അവിടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പല വഴിപാടുകളുണ്ട്, കാര്യസിദ്ധി മന്ത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്വയമേ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിലൊക്കെ ഹനുമാനെ ആരാധിക്കാൻ പറ്റിയ ദിവസങ്ങളാണ്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ഭഗവാനെ ഉണർത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവൽ നിവേദ്യം, വെറ്റിലമാല, നെയ്വിളക്ക്, വെണ്ണ അലങ്കാരം, സിന്ദൂരം ഇത്യാദികളൊക്കെ അർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്.